ഹലോ മൈ ഡിയർ അങ്കോള. ആ കൊള്ളാലോ. ഇന്ന് രാവിലെ തന്നെ ഇന്ന് ജനുവരി 16 2026. നല്ല രസമായിട്ട് ട്രാഫിക്കൊക്കെ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നീലവണ്ടിയൊക്കെ ഓടിപ്പോകുന്നുണ്ട്. നീലവണ്ടി നമ്മുടെ ഇവിടുത്തെ ടാക്സി ആട്ടാ. വീണ്ടും നമ്മൾ നമ്മുടെ ജസ്റ്റ് മോട്ടോഴ്സിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് സ്റ്റോക്ക് കുറവുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് വരാൻ കുറച്ച് അത് കണ്ടോ, നമ്മളുടെ നൈബർ ഷോറൂമൊക്കെ എം ടി ആയിട്ട് കിടക്കേണ്ട. അവിടെ നമ്മുടെ ടീംസൊക്കെ ഉണ്ട്, അവിടെ ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗോഡൗൺ സ്റ്റൈൽ. അതെ, സൈഡിൽ നമ്മുടെ ടാറ്റയുടെ ഷോറൂം ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർട്ടായി തുടങ്ങി. ടാറ്റ അത്യാവശ്യം നല്ല രസമായിട്ട് കൊണ്ടുവരിക. അവന്മാരുതായത് നല്ല കുറേ സ്റ്റോക്ക് വണ്ടികളൊക്കെ കൊണ്ടുവന്നുണ്ട്. തകർക്കുമെന്ന് തോന്നുന്നു ടാറ്റ അടുത്ത് തന്നെ. ദേ കിടക്കുന്നു നമ്മളുടെ അമേരിക്കോൻ്റെ വണ്ടി. നമ്മളുടെ ഒരു ചെറിയൊരു ഒരു ഒരു വണ്ടിയാണത്. അതിനെപ്പറ്റി കുറേ കഥകളുണ്ട്. അത് പിന്നെ നമ്മൾ അടുത്ത ഒരു ഭാഗത്ത് പറയാം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മുടെ പിള്ളേരൊക്കെ നല്ല ആക്റ്റീവാണ് കേട്ടോ. ഫ്രാൻസൊക്കെ വന്നിട്ട് ഇതേ ഗ്ലാസ്സൊക്കെ നന്നായിട്ട് തുടക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ. പിന്നെ നമ്മുടെ അകത്ത് കിടക്കുന്ന വണ്ടികൾ. നമ്മളിപ്പോൾ അതേ നമ്മുടെ ഇതെല്ലാവരും നല്ല കറുത്ത കുട്ടന്മാർ, നമ്മൾ ബ്ലാക്ക് ജെംസാണ് കിടക്കണത്. എന്നാൽ നേരെ കിടക്കണ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഒരു മുതലാണ്. ആ സാധനത്തിനെയൊക്കെ പറ്റി പറയണമെന്നുണ്ടെങ്കിലേ അതെ, നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര വർക്കിലാണല്ലോ. നമ്മുടെ പിള്ളേരുകളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നടക്കട്ടെ. എന്താണാവോ. ഇതാണ് കേട്ടോ നമുക്ക് ഈ അടുത്തിടയ്ക്ക് വന്നൊരു മുതലാണ്. ഈ സാധനത്തിൻ്റെ പേരാണ് ഗ്രാൻഡ് വിറ്റാര ഹൈബ്രിഡ് 4x4. ഈ സാധനം ഒരു മുമ്പെട്ട സാധനമാണ്. ഈ സാധനത്തിൻ്റെ ഫെസിലിറ്റീസും അതൊക്കെ എല്ലാം വെച്ച് നോക്കുമ്പോൾ അപ്പം നാട്ടിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 10-15 ലക്ഷം രൂപ കിട്ടും. പിന്നെ ഇതേ കിടക്കുന്നത് നമ്മുടെ സ്വിഫ്റ്റ് സുന്ദരിക്കുട്ടിക്ക് ഒരു പ്രത്യേകത. സുന്ദരിക്കുട്ടി ഇപ്പോൾ എഞ്ചിനൊക്കെ മാറി നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയാണ് ആൾ. ഇതാണ് നമ്മുടെ ടൊയോട്ട കുട്ടൻ. ഇപ്പം ആൾ പെടേണ്ട. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ലിറ്റർ എഞ്ചിനും വിത്ത് ഹൈബ്രിഡാണ്. ആളൊട്ടുക്കത്തെ പവറാണ്. അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സിസ്റ്റംസും അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും ഈ പറഞ്ഞ പോലെ ലൈൻ ചേഞ്ചർ സിസ്റ്റമൊക്കെ ഉണ്ട്. ദേവന്നെ അടുത്ത സാധനം നമ്മുടെ ദോങ്ഫാങ്, നമ്മുടെ ചൈനക്കുട്ടനാണ്. പക്ഷേ ഒട്ടും വിലയില്ല. പക്ഷേ നല്ല അടിപൊളി ഫീച്ചേഴ്സാണ്. പിന്നെ എല്ലാവർക്കും ഒരു ചെറിയ പേടിയുണ്ട് സ്പേഴ്സിൻ്റെ. ദേ ഇരിക്കണം നമ്മുടെ പുന്നാര മോൻ. ഈ സാധനത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെന്നും പൈസ ചോദിക്കലാണ്. ഇവന് എപ്പോഴും ചില്ലറ വേണം. ഇന്നിപ്പോൾ അതേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല, ഞാൻ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നെൻ്റെ മുമ്പിലിരിക്കേണ്ട. പുള്ളി പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ശമ്പളവും തികയല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ചില്ലറ കൊടുക്കണം, അവന് ബ്രെഡ് മേടിക്കണം, അവന് കറി മേടിക്കണം എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പിന്നെ എൻ്റെ അടുത്താണെങ്കിൽ ചില്ലറയും ഉണ്ടായില്ല. പിന്നെ ഞാനൊരു തീരുമാനം എടുത്ത്, എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ചോറും ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ അതിൽ പകുതി തിന്നിട്ട് പകുതി അവന് കൊടുക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. അത് സെറ്റായി അതൊക്കെ. ഇപ്പോൾ നമ്മളുടെ ഇന്നലെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ചോർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അവർ മെയിൻ്റെനൻസ് ചെയ്യണം. അതേ വേണ്ടി നമ്മൾ തിരിച്ച് പോകാട്ടോ. ഇതാണ് നമ്മുടെ റിട്ടേൺ ജേണി. അപ്പുറത്തെ സൈഡിലെ ബ്ലോക്ക് ഉണ്ടായി. ഇത്രയും ബ്ലോക്ക് കവർ ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇനി ഈ സൈഡിൽ ഭാഗ്യത്തിന് ബ്ലോക്കൊന്നുമില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണ്ട. അപ്പുറ സൈഡ് കണ്ട നമ്മൾ അവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് വന്നതാണ് ചങ്കുകളെ. അതൊന്ന് നോക്കി ഓർത്താൽ മതി. എല്ലാ ദിവസവും ഒരു കിലോമീറ്റർ ഇതിവിടെ കണ്ട. അതാണ് മാർക്കറ്റ്, നമ്മുടെ ഇവിടുത്തെ ആഫ്രിക്കക്കാരുടെ കുഞ്ഞ് മാർക്കറ്റാണ്. ഇത് മറ്റേ റോഡ് സൈഡിലുള്ള മാർക്കറ്റാട്ടോ. പക്ഷേ ഇവരുടെ മാർക്കറ്റുകളൊക്കെ പൊതുവെ ഭയങ്കര വലുതാണ്. നമ്മൾ കണ്ടെത്താൻ ഈ ബാക്കിൽ കാണുന്നത് നമ്മുടെ വീടുകൾ. ആ വീടുകളിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ട്രാഫിക് ഒരു 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 എന്താ പറയണത്, ഒരു വട്ട് പിടിച്ച പോലത്തെ ട്രാഫിക്കാണ്. എന്നാലും കുഴപ്പമില്ല. എന്നാലും നമ്മളിതേ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ വിജയ് സാർ എന്നിട്ട് വണ്ടി ഓടിക്കുന്നത് വട്ടഞ്ചാറിനാണ്ട. ഇപ്പം മാർക്ക് ഇതാണ് പരിപാടി. വട്ടഞ്ചാറിൽ ഇതൊക്കെ അപ്പുറത്ത് കാണുന്നതാണ് ചൈനീസിൻ്റെ മാർക്കറ്റാണ്. അത് കംപ്ലീറ്റ് ചൈനക്കാരുടെ. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയിലാണ്. ഇപ്പം അവിടുത്തെ ബൈക്കുകാരൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ഒരു ഗ്രൗണ്ട് പോലെയാണ്. ഇത് അവിടെ അപ്പുറത്തെ പിള്ളേരൊക്കെ വന്നിട്ട് വോളിബോളൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അതേ ഈ ബൈക്കുകാരാണ് ഏറ്റവും ഡേഞ്ചർ. ഇവന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സിക്കാരാണ്. ആ പെണ്ണിനെയൊക്കെ ടാക്സി ആയിട്ട് കൊണ്ടുപോകണമെന്നാണ്. ഇവന്മാരെയൊക്കെ സഹിക്കാൻ പറ്റില്ല. ഇവന്മാരെയൊക്കെ ഒരു കണക്കിന് അതേ വീണ്ടും നമ്മുടെ വീട്ടിലെത്തിയട്ടാ. അങ്ങനെ നമ്മൾ വളച്ച് എടുത്ത് നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു, ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാനിപ്പോൾ വീട്ടിലെത്തി. മോളിൽ നിന്നൊരു ചെറിയ ഷൂട്ടും കൂടെ കഴിഞ്ഞു. ബൈ, നാളെ കാണാം.